ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ആനുവൽ എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, അടുത്ത പരീക്ഷ എന്ന് പറയുന്നത് അടിസ്ഥാന പാഠാവലിയാണ് അല്ലേ, അഥവാ മലയാളം 2 ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ആ സബ്ജക്റ്റിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്ന് നമുക്ക് കുറച്ച് നോക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും പോയിട്ട് കാണുക. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ നിങ്ങളുടെ എക്സാമിൻ്റെ കേരള പാഠാവലിയുടെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീയും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും ആവശ്യമായിട്ടുള്ളവർ പോയിട്ട് കാണുക. ഓക്കെ, നമുക്ക് നേരെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: ദുര്യോധനൻ കർണനെ അംഗരാജാവാക്കി അപമാനത്തിൽ നിന്ന് രക്ഷിച്ചു. കർണൻ ആദ്യമായി സ്നേഹം അനുഭവിച്ചത് അപ്പോഴായിരിക്കാം. കർണൻ തൻ്റെ സുഹൃത്തിനോട് നന്ദി പറഞ്ഞു. അപ്പോൾ ദുര്യോധനൻ കർണനോട് ഇങ്ങനെ പറഞ്ഞു: മഹാനായ മിത്രമേ, ദൃഢമായ സഖ്യം മാത്രം ഞാൻ നിന്നിൽ നിന്ന് ഇച്ഛിക്കുന്നു. ആരാധ്യനായ സുഹൃത്തായി എന്നോടൊത്ത് എന്നും വർത്തിച്ചാൽ മതി. അതാണ് നിന്നിൽ നിന്നും ഞാൻ ഇച്ഛിക്കുന്ന പ്രത്യുപകാരം. ഇനി ഞാൻ ഉറങ്ങട്ടെ. PK ബാലകൃഷ്ണൻ എഴുതിയതാണ്. ഇനി ഇവിടെ ദുര്യോധനൻ എന്ത് സ്വഭാവ സവിശേഷതയാണ് ഈ മറുപടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്? ഇങ്ങനെ പെരുമാറുന്നവരാണോ നമുക്ക് ചുറ്റുമുള്ള ആളുകൾ? അതുപോലെ നിങ്ങളുടെ പ്രതികരണങ്ങൾ എല്ലാം ഉൾപ്പെടുത്തി കുറിപ്പായി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പാഠഭാഗത്ത് വന്ന ചോദ്യം തന്നെയാണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ കൂട്ടുകാർ ഇത് മനസ്സിലാക്കി വെക്കണം. ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് എഴുതാം? ദുര്യോധനന്റെ ഈ മറുപടിയിൽ നിന്ന് അവൻ സ്നേഹവും സൗഹൃദവും വിലമതിക്കുന്ന വ്യക്തിയാണെന്ന് മനസ്സിലാക്കാം. കർണനെ അപമാനത്തിൽ നിന്ന് രക്ഷിക്കുകയും അവനെ അംഗരാജാവായി അഭിഷേകം ചെയ്യുകയും ചെയ്തത് ദുര്യോധനന്റെ ധൈര്യവും ദയയും സൗഹൃദബോധവും കാണിക്കുന്നു. കർണനിൽ നിന്ന് അവൻ തിരിച്ചായി ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഉറച്ച സൗഹൃദം മാത്രം മതിയെന്ന് പറഞ്ഞു. ഇതിലൂടെ അവൻ സത്യസന്ധമായ സൗഹൃദത്തെ ഏറ്റവും പ്രധാനമായി കാണുന്നവനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് ചുറ്റും ഇങ്ങനെ സുഹൃത്തുക്കളെ സഹായിക്കുന്ന നല്ല ആളുകളും ഉണ്ട്. ചിലർ പ്രശ്നങ്ങൾ വന്നാൽ സുഹൃത്തിനെ പിന്തുണക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. എന്നാൽ ചിലർ സ്വന്തം ലാഭം മാത്രം നോക്കി സൗഹൃദത്തെ മറക്കുകയും അതിനാൽ നാം എല്ലാവരെയും സുഹൃത്തുക്കളെ മനസ്സിലാക്കി സഹായിക്കുന്ന നല്ല സുഹൃത്താവാൻ വേണ്ടി ശ്രമിക്കണം. യഥാർത്ഥ സൗഹൃദം ഒരാളുടെ ജീവിതത്തിൽ വലിയ ശക്തിയാണ് നൽകുന്നത്. ചിലപ്പം ഇങ്ങനെയും ചോദിക്കാം: സുഹൃത്ത് ബന്ധത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ എഴുതാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടോ എന്നുള്ളതും ചിലപ്പം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ആ രക്തം മാഞ്ഞു പോയില്ല എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് കുഞ്ഞിരാമൻ എന്ന വിദ്യാർത്ഥി. കുഞ്ഞിരാമൻ എന്ന വിദ്യാർത്ഥിയുടെ പല സവിശേഷതകളും പാഠഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. അവയെല്ലാം ഉൾക്കൊള്ളിച്ച് കുഞ്ഞിരാമൻ എന്ന കഥാപാത്രത്തിന് ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കുഞ്ഞിരാമൻ എന്ന കഥാപാത്രം ആ ഒരു കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രം തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് എഴുതി കൊടുക്കാം: ആ രക്തം മാഞ്ഞുപോയില്ല എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് കുഞ്ഞിരാമൻ. അവൻ ധൈര്യവും ദേശസ്നേഹവും മാനവികതയും നിറഞ്ഞ ഒരു വിദ്യാർത്ഥിയാണ്. ക്ലാസ്സിൽ ബ്രിട്ടീഷുകാരെ കുറിച്ച് പഠിക്കുമ്പോൾ അവൻ ഭയമില്ലാതെ തൻ്റെ അഭിപ്രായം തുറന്നു പറയുന്നു. ഇതിലൂടെ അവൻ്റെ നിർഭയ സ്വഭാവവും ദേശഭക്തിയും വ്യക്തമാകുന്നു. പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റ് കിടന്ന നമ്പ്യാരെ ആരും സഹായിക്കാൻ ധൈര്യപ്പെടാത്ത സമയത്ത് കുഞ്ഞിരാമൻ മുന്നോട്ട് വരുന്നു. അവൻ നമ്പ്യാരുടെ മുഖത്ത് വെള്ളം തെളിച്ച് കുടിക്കാൻ കൊടുക്കുകയും മറ്റു വിദ്യാർത്ഥികളുമായി ചേർന്ന് ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ അവൻ്റെ കരുണയും മനുഷ്യസ്നേഹവും സഹായ മനോഭാവവും കാണാം. അതുപോലെ സ്കൗട്ട് ആയതിനാൽ സഹായിക്കുക തൻ്റെ കടമയാണെന്ന് പറഞ്ഞ് ഇൻസ്പെക്ടറുടെ മുമ്പിലും അവൻ ധൈര്യത്തോടെ നിലകൊള്ളുന്നു. ഇതിലൂടെ കുഞ്ഞിരാമൻ ധൈര്യശാലിയും നീതിബോധമുള്ളവനും ഉത്തരവാദിത്തമുള്ള വിദ്യാർത്ഥിയുമാണ് എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് കുഞ്ഞിരാമൻ നല്ല ഗുണമുള്ള ഒരു മാതൃകാ വിദ്യാർത്ഥിയാണ്. ഏഴാമത്തെ ചോദ്യം നോക്കൂ. കിളിയെ കൊണ്ട് കവിത ചൊല്ലിപ്പിക്കുന്ന രീതിയാണ് മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛൻ സ്വീകരിച്ചത്. അതാണ്: ശാരിക പൈതലെ ചാരുശീലെ വരി കാരോമലെ കഥാശേഷവും ചൊല്ലൂ നീ. അത്യാത്മക രാമായണം കിളിപ്പാട്ടിലേതാണ്. ഓരോ കഥകൾ നീ ചൊന്നതു കേൾക്കുന്തോറും മാരോമൽ കിളിപ്പെണ്ണെ പാരമുണ്ടാനന്ദമ്മേ. ഭാരതം കിളിപ്പാട്ടിലെ വരികളാണ്. എഴുത്തച്ഛൻ്റെ പഞ്ചവർണ്ണ കിളിയെക്കുറിച്ച് കവിതയിൽ ഒളപ്പമണ്ണ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒളപ്പമണ്ണ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ച് വേണം നമുക്ക് ഈ ഒരു കുറിപ്പ് എഴുതാൻ. ഒളപ്പമണ്ണയുടെ പഞ്ചവർണ്ണക്കിളി എന്ന കവിതയിൽ തുഞ്ചത്തെഴുത്തച്ഛൻ ഉപയോഗിച്ച പഞ്ചവർണ്ണക്കിളിയെക്കുറിച്ച് മനോഹരമായി വിവരിച്ചിരിക്കുന്നു. കവി ഈ കിളിയെ പച്ച ചിറകുള്ളതും മഴവില്ല് പോലെ നിറങ്ങൾ തിളങ്ങുന്ന കഴുത്തുള്ളതുമായ സുന്ദരമായ ഒരു കിളിയെ ചിത്രീകരിക്കുന്നു.
കാഞ്ഞിരക്കൊമ്പിലിരുന്ന കരുണ നിറഞ്ഞ ശബ്ദത്തിൽ മധുരമായ മലയാള ഭാഷ പാടുന്ന കിളിയാണെന്ന് കവി പറയുന്നു. ആ കിളിയുടെ കഴുത്തിൽ നാനാവർണ്ണങ്ങളും അതിൻ്റെ ശബ്ദത്തിൽ മധുരവും നിറഞ്ഞിരിക്കുന്നു. അതുപോലെ മലയാള ഭാഷയും മധുരവും സൗന്ദര്യവും നിറഞ്ഞ ഭാഷയാണെന്ന് കവി സൂചിപ്പിക്കുന്നു. കിളിയുടെ കൊക്കിൽ നിന്നും പുറപ്പെടുന്ന വാക്കുകൾ പൂവിൻ്റെയും പഴത്തിൻ്റെയും തേനിൻ്റെയും പോലെ മധുരമുള്ളതാണെന്ന് കവി പറയുന്നു. കൂടാതെ മലയാള ഭാഷയെ ലോകത്തിന് പരിചയപ്പെടുത്തി അതിനെ സമ്പന്നമാക്കിയ മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ മഹത്വവും കവി സൂചിപ്പിക്കുന്നു. എഴുത്തച്ഛൻ തൻ്റെ കൃതികളിൽ കിളിയെ കൊണ്ട് കഥ പറയുന്ന രീതി സ്വീകരിച്ചതിലൂടെ മലയാള സാഹിത്യത്തിന് ഒരു പുതിയ ശൈലി നൽകി. ഇങ്ങനെ ഒളപ്പമണ്ണയുടെ ഈ കവിതയിൽ പഞ്ചവർണ്ണ കിളിയെ മലയാള ഭാഷയുടെ മാധുര്യവും സൗന്ദര്യവും സാഹിത്യ സമത്വവും പ്രതിപാദിക്കുന്ന പ്രതീകമായി അവതരിപ്പിച്ചിരിക്കുന്നു. ഓക്കെ, ഇനി ഇതിലെ നാലാമത്തെ ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. പക്ഷികൾ മരിക്കുന്നില്ലേ എന്ന ശന്തനുവിൻ്റെ ചോദ്യത്തിന് അച്ഛൻ നൽകിയ മറുപടി എന്തായിരുന്നു? അങ്ങനെ പറയാനുള്ള കാരണം എന്താവും? പക്ഷികളുടെ മരണത്തെക്കുറിച്ചുള്ള ശന്തനുവിൻ്റെ അന്വേഷണത്തിന് കാരണം എന്താണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചേർത്ത് ഒരു കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശന്തനുവിൻ്റെ പാഠം നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? പക്ഷികൾ മരിക്കുന്നില്ലേ എന്ന് ശന്തനു ചോദിച്ചപ്പോൾ അച്ഛൻ നൽകിയ മറുപടി പക്ഷികൾ മരിക്കുന്നില്ല, അവർ പറന്നു മേഘങ്ങളെയും മലകളെയും നദികളെയും കടന്ന് പുതിയ ലോകങ്ങളിലേക്കാണ് പോകുന്നത് എന്നായിരുന്നു. ദൈവം ഒരു നക്ഷത്രം പോലെ അവർക്ക് വഴികാട്ടുമെന്നും അച്ഛൻ പറഞ്ഞു. കുട്ടിയുടെ മനസ്സിനെ വേദനിപ്പിക്കാതിരിക്കാനും അവനെ ആശ്വസിപ്പിക്കാനുമായി അച്ഛൻ ഇങ്ങനെ സ്നേഹത്തോടെ മറുപടി നൽകിയതാണ്. ശന്തനു പക്ഷികളുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കാരണം അവൻ ഒരിക്കലും ഒരു പക്ഷിയുടെ മൃതദേഹം കണ്ടിട്ടില്ല എന്നതാണ്. മനുഷ്യരും മൃഗങ്ങളും മരിക്കുന്നത് അവൻ കണ്ടിട്ടുണ്ട്. ഒരു പൂച്ച മരിക്കുന്നതും അവൻ നേരിൽ കണ്ടിരുന്നു. പക്ഷേ പക്ഷികൾ മരിച്ചു കിടക്കുന്നത് ഒരിക്കലും കണ്ടിട്ടില്ല. അതിനാൽ പക്ഷികൾക്ക് മരണമില്ലേ എന്ന സംശയം അവൻ്റെ മനസ്സിൽ ഉണ്ടായി. ഇതുകൂടാതെ ശന്തനുവിന് മറ്റൊരു രഹസ്യ ചിന്തയും ഉണ്ടായിരുന്നു. ജീവനോടെ പിടിക്കാനാകാത്ത പക്ഷികളെ മരിച്ച ശേഷമെങ്കിലും കയ്യിലെടുത്ത് പരിശോധിക്കാമല്ലോ എന്നൊരു സ്വാർത്ഥ ചിന്തയും അവൻ്റെ അന്വേഷണത്തിൽ പിന്നിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെ ശന്തനുവിൻ്റെ പക്ഷികളെക്കുറിച്ചുള്ള അന്വേഷണം കുട്ടികളുടെ കൗതുകവും നിരീക്ഷണശേഷിയും പൂർണ്ണമായ മനസ്സും വ്യക്തമാക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ശന്തനുവിന് എങ്ങനെയൊക്കെയായിരുന്നു ആ ഒരു പക്ഷികളോടുള്ള ചിന്ത, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അവൻ മരിക്കുമോ, അത് മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുമോ, മരിച്ച അവശിഷ്ടം കണ്ടിട്ടില്ലല്ലോ എന്നുള്ള തുടങ്ങിയ ഒരുപാട് സംശയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ. ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കി. ഇനി ഇതിൻ്റെ കണ്ടിന്യൂഷൻ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.